Anas Hassan, co-founder, Origin Impact, who is going to handle the session and to enrich aspirants with knowledge. With immense gratitude, I welcome Anas to this session. Next, One good afternoon to all of you. Respected Principal Tommy Anthony sir, Praveen sir, Siji ma'am, and all my teachers and my dear friends. Once again, congratulations to the department for arranging such a good program, and I wish all the very best to Mr. Anas as well as his friend, Mr. Dilshad. Thank you very much. അത് ലോഞ്ച് ചെയ്തത് നമ്മുടെ വൈസ് ചാൻസലറാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ബഷീർ സാറാണ്. അതാണ് ഇവിടെ കോളേജിൽ വെച്ചിട്ടാണ് ഗ്രീൻ ക്യാമ്പസ് എന്നുള്ളൊരു ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് അത് നമ്മുടെ യുവക്ഷേത്രയിലെ ആ പ്രോഗ്രാമിന് യൂണിവേഴ്സിറ്റിൻ്റെ എൻ്റെ പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷൻ ഇവിടെ വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് ആ ഒരു ആപ്പ് ലോഞ്ച് ആക്കുന്നത്. അപ്പോൾ അവർക്ക് കുറേ ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഐഡിയാസിന് ഏതാണ് ബെസ്റ്റ് ഐഡിയ അല്ലെങ്കിൽ ഒക്കെ ടെസ്റ്റ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമുക്കുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ ഒരു ഇവൻറ്റ്സിനും കാര്യങ്ങൾക്കും ഒരു വിധമുള്ള ടെക് ഫെസ്റ്റിനൊക്കെ ഞങ്ങൾ ഇവിടുന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അതൊക്കെ പറ്റുമോ? നിങ്ങൾ ടെക് ഫെസ്റ്റിനൊക്കെ പോകാറുണ്ടോ? ഇവിടെ മേഴ്സി കോളേജിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, കിസിങ്ങിന് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ തൃശ്ശൂർ മുതൽ കണ്ണൂർ, കാസർഗോഡൊക്കെ ഞങ്ങൾ ഇവൻറ്റിന് പോയിട്ടുണ്ട്. അതായത് ഓരോ ഇവൻറ്റ് കോളേജിൻ്റെ ഇവൻറ്റ് വന്നു കഴിഞ്ഞാലും അതിൽ കോഡിങ്, ഹാക്കത്തോണ് അങ്ങനെ തുടങ്ങിയിട്ട് ഡീബഗിങ് അങ്ങനെ കുറേ പരിപാടികളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ചേരുക, പോകാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ പോയിട്ട് അത് ഇവിടുന്ന് അറ്റൻഡൻസ് ഒക്കെ കിട്ടും. എനിക്കറിയാമെന്ന് അറിയില്ല, ഞങ്ങളത് വാങ്ങിച്ചായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് പറയണ്ടട്ടാ. അതായത് നമ്മളവിടെ പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കണം. എന്തെങ്കിലും പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് എങ്കിലും അവിടുന്ന് മേടിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അറ്റൻഡൻസ് പോകും. എന്നിട്ട് ഞാനും എൻ്റെ കൂടെ പ്രവേശനം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വിധമുള്ള ക്വിസിന് കംപ്ലീറ്റ് കയറും. എല്ലാത്തിനും കയറിയിട്ട് 1-2 സ്ഥലത്ത് നിന്നൊക്കെ ഞങ്ങൾക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഫൈനൽ റൗണ്ടിലെത്തും, ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രിലിംസിൽ തന്നെ ഔട്ടാവും. പക്ഷേ നമുക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളതിന് വേണ്ടി കുറേ പ്രിപ്പയർ ചെയ്യും, കുറേ ട്രാവൽ ചെയ്യും, അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിങ് കാര്യങ്ങൾ ഭയങ്കര പുറത്ത് ക്യാമ്പസിൻ്റെ പുറത്ത്. അപ്പോൾ നമുക്കത് വർക്കൗട്ട് ചെയ്യണ്ടോ എന്നുള്ളത് നേരെ പോയി പറയാം. ഫെയിൽ ഫാസ്റ്റ് എന്ന് പറയാം അതിന്. നമ്മളെ ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് ലെവലിൽ പരാജയപ്പെടുകയാണെങ്കിൽ എത്രയും നേരത്തെ പരാജയപ്പെടുക, എന്നിട്ട് അടുത്ത പരിപാടി നോക്കുക. ആ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന എനിക്ക് ഫസ്റ്റത്തെ ഡ്രോപ്പ് ചെയ്യാൻ ഉള്ള പ്രശ്നം അതാണ്ടായത്. അതായത് ഫസ്റ്റ് ഞാൻ +2 കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ +2 കഴിയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിഗ്രി കഴിയുക, നേരെ പാസ്പോർട്ട് എടുക്കുക, വിദേശത്തേക്ക് പോവുക. ഇതാണ് ഒരു എന്താ പറയുക അവിടുത്തെ ഒരു യൂഷ്വൽ സംഭവം. ഇതാണ് നമ്മളവിടെ നിന്ന് മാറിയിട്ട് ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അപ്പം നമ്മൾ ഇന്നതാണ് ചെയ്യുന്നത്, ഇന്നതാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഇത് ചെയ്ത് നോക്കട്ടെ എന്നുള്ള രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാം. ഞാനിതൊക്കെ ചെയ്തിട്ടാണെങ്കിലും എനിക്ക് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫാമിലിയിൽ നിന്ന് മാത്രമല്ല, നമ്മളെ അത് ഡയറക്റ്റ് ഫാമിലിയിൽ നമ്മൾ ചിലപ്പോൾ കൺവിൻസ് ചെയ്യാൻ പറ്റും, ബന്ധുക്കാരൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ തന്നെ ഒരു വട്ടം ഞാൻ ഇവിടെ ഇതിന് ശേഷം എന്താ ചെയ്തെന്ന് പറഞ്ഞിട്ടില്ലല്ലേ. യുവക്ഷേത്രത്തിൽ നിന്ന് പോയതിന് ശേഷം ഞാൻ നേരെ കൊച്ചിയിൽ പോയിട്ട്, അതിന് മുമ്പേ ഞാൻ കൊച്ചിയിൽ പോകണം. ഞാൻ എന്താ പറയുക വീക്കെൻഡിലും ഇതിലൊക്കെ പോയിട്ട് അങ്ങനെ നമ്മളെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് ആയി. ഇവിടുന്ന് ഞങ്ങൾ സ്വന്തം ഇരുന്നിട്ട് കോഡ് ചെയ്തുണ്ടാക്കിയിട്ടാണ് ആ പ്രൊജക്റ്റ് ഞങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ 2018 ഇവിടുന്ന് നേരെ ദുബൈയിൽ പോയി അവിടെ നമ്മൾ ഹണ്ട് ചെയ്യണം. അവിടെ നമുക്ക് ജോബ് കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഫീൽഡിൽ അവിടെ ആരുമില്ല, ബാക്കി വേറെ കുറേ ഫീൽഡിൽ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ജോലി കിട്ടിയാലേ എൻ്റെ ഫീൽഡിൽ ജോബ് കിട്ടണമെങ്കിൽ ഞാൻ അവിടെ നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകും. അപ്പോൾ എൻ്റെ വിസിറ്റിങ് തീരാനായി. ഞാൻ ഫസ്റ്റ് ഒന്ന് എനിക്ക് അപ്പോൾ അതങ്ങനെ ചെയ്ത് ഇതിൻ്റെ ഫുള്ള് അതിമാലായി. ഞങ്ങളൊരു 2-3 months കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചെറുപ്പശ്ശേരി ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് തന്നെ ഒരു 5-6 ക്ലയൻസിനൊക്കെ ക്ലോസ് ചെയ്ത് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ഒരു മിഡിൽ ക്ലാസ് ലെവലിലാണ് ഉണ്ടായത്. അപ്പോൾ ഫാമിലിക്ക് ഭയങ്കര ടെൻഷനായി. ഇവൻ പഠിക്കാനുള്ള സമയത്ത് ഇവൻ എന്താണ് കാണിക്കുന്നത്, കുറേ പേപ്പറുണ്ട്, കുറേ ഫയലുണ്ട്, നമ്പേഴ്സുണ്ട്, ഇതൊക്കെയോ ചെയ്യുന്നത്. അപ്പോൾ
അവർക്ക് ഭയങ്കര ടെൻഷനായി. ഇതിൻ്റെ അടുത്ത് അത് നിർത്താൻ പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് അവരെ അന്ന് കൺവിൻസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ അതങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഞാൻ യുവക്ഷേത്രത്തിൽ വരുന്നത്. ഇവിടെ വന്ന് എനിക്കിവിടെ നിന്ന് ഏറ്റവും ഇൻസ്പയർ ആകുന്ന 2 എലമെന്റ്സ് ഉണ്ട്, ഞാൻ പറയാം. ഒന്ന്, ഞാനൊരു ബിസിനസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു സിസ്റ്റം വേണം, ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ സിസ്റ്റമാറ്റിക്കായി പോകണം എന്നുള്ളത് എനിക്ക് ഇവിടെ നിന്നാണ് എനിക്ക് ഫസ്റ്റ് സ്പാർക്ക് കിട്ടിയത്. അത് ഞാൻ ഈ ചെർപ്പളശ്ശേരിയിൽ നിന്ന് വരുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം റൺ ചെയ്ത് വരാനുണ്ട്. അവിടെ നിന്ന് എനിക്ക് ചെർപ്പളശ്ശേരിയിൽ നിന്ന് എനിക്ക് 8 കിലോമീറ്റർ എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ബസ്, ഏതെങ്കിലും ഒരു ബസ് മിസ്സായാൽ അവിടെ ലേറ്റാവും. അപ്പോൾ ചില ദിവസം ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ടാഗ് വാങ്ങിയിട്ട് ഇവിടെ ആ ബോക്സിലിടും, ഗേറ്റിൽ നിന്ന് സെക്യൂരിറ്റി അവിടെ ഇടും. പിന്നെ എനിക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അപ്പോളജി എഴുതി, അതായത് ക്ലാസ് ടീച്ചറെ, ഇപ്പം ഇങ്ങനെയാണോ എനിക്കറിയില്ല, അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ അപ്പോളജി എഴുതി ക്ലാസ് ടീച്ചർ സൈൻ ചെയ്ത്, HOD സൈൻ ചെയ്ത്, അക്കാദമിക് ഓഡിറ്റർ സൈൻ ചെയ്ത് ഇവിടെ റിസപ്ഷനിൽ എത്തിയാലാണ് ആ ടാഗ് കിട്ടുക. എൻ്റെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേപ്പേഴ്സ് വരും. പക്ഷെ അത് ഭയങ്കര ഒരു SOP, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷനാണത്. അപ്പോൾ അത് നമുക്കിങ്ങനെ ആ ഒരു സ്പാർക്കാണ് കിട്ടിയതാണ്. പിന്നെ അതേമാതിരി എല്ലാതും വെൽ മാനേജ്ഡ് ആണ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ റൺ ചെയ്യണം, ഒരു ഓർഗനൈസേഷൻ എങ്ങനെ റൺ ചെയ്യണം എന്നുള്ളത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയത് യുവക്ഷേത്രത്തിൽ തന്നെയാണ്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ 2014 വീണ്ടും ഞങ്ങൾ ആ ഫണ്ട് ഡ്രോപ്പ് ചെയ്ത് ആ ടീമിൽ 2 പേരെ വെച്ചിട്ട് ഒരു റാൻഡമായിട്ട് പോയതാണ്. കൊച്ചി സ്റ്റാർട്ടപ്പ് മിഷന് പോയി. അവിടെ നിന്ന് കുറേ ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റാർട്ടപ്പ് എന്താണ്, അത് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ കുറേ പേരുണ്ട്.